പാലായിൽ ആര് എന്ന ചോദ്യത്തിന് ഈ സമയം ഒരു ഉത്തരമായിട്ടുണ്ട്. UDF-ലും LDF-ലും ഒപ്പം NDA-യിലും സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായും തെളിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ UDF-ന്റെ കാൻഡിഡേറ്റിന്റെ സാധ്യതയിലേക്കും സൂചനകളിലേക്കുമാണ് വരുന്നത്. UDF-ന്റെ കാര്യത്തിൽ ഒരു തർക്കവും ഒരു ചർച്ചയ്ക്കും എല്ലാ ചർച്ചയും തർക്കങ്ങളും അസ്ഥാനത്താണ്. മാണി സി കാപ്പൻ അല്ലാത്ത മറ്റൊരു പേരവിടെ UDF-നില്ല. അതുകൊണ്ട് മാണി സി കാപ്പൻ അവിടെ ഉയർന്നു വന്നിരിക്കുന്നു. എന്തുകൊണ്ട് മാണി സി കാപ്പൻ? സാജു, ഇത്രയധികം തവണ ഒരു മണ്ഡലത്തിൽ തന്നെ മത്സരിച്ച് തോറ്റിട്ടും ആ മണ്ഡലത്തിൽ വിജയം നേടിയെടുക്കുന്നവരെയും മത്സരിച്ച ഒരാൾ ചരിത്രത്തിൽ തന്നെ ശരിക്കും ഒരു പ്രചോദകമാണല്ലേ, ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു പാഠം കൂടിയാണ്. അതായത് ഒരു ഘട്ടത്തിൽ KM മാണി, അന്ന് UDF-ന്റെ ഏറ്റവും ശക്തനായ നേതാവാണ് KM മാണി എന്ന് പറയുന്നത്. ആ KM മാണിയോട് എതിരാൻ CPM-നൊന്നും സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ പോലും കോട്ടയത്തില്ലാത്ത, പാലയിലില്ലാത്ത കാലത്ത് LCPക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് പതിവ്. ഇങ്ങനെ ആദ്യം കേരള കോൺഗ്രസ് എസിലൂടെയാണ് ഈ മാണി സി കാപ്പൻ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നത്. പിന്നീട് NCP-യിലെത്തുന്നു. NCP-യുടെ സംസ്ഥാനത്തെ ട്രഷറർ വരെയായി മാറുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പാലയിൽ ആരാണ് എതിരാളി എന്ന് KM മാണിക്ക് എതിരാളി ആരാന്ന് ചോദിച്ചാൽ അത് മാണി സി കാപ്പനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തന്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടും പിന്മാറാതെ പോയി അവസാനം KM മാണി മരിച്ചതിന് ശേഷം 2019 അദ്ദേഹം വിജയിക്കുന്നത്. അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അറിയാം, എവിടെ പോയാലും നമുക്ക് ആ സമയത്ത് ട്രെൻഡിലേക്കുള്ള സൂചനകൾ കിട്ടുമായിരുന്നു. മാണി സി കാപ്പൻ അപ്പോഴും നമ്മൾ ഓർക്കുന്നത് അങ്ങനെ കേരള കോൺഗ്രസിന്റെ തട്ടകമായ മാണി ഗ്രൂപ്പിന്റെ തട്ടകമായ ഇവിടെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. ജോസ് ടോം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് വരുന്നത്. ടോം ജോസ് എന്ന സ്ഥാനാർത്ഥിയെ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ മാണി സാറിന്റെ മരണശേഷം ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ മാണി സാറിന് അനുകൂലമായ ഒരു വൈകാരികമായ ഒരു തരംഗം അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. സ്വാഭാവികമായും അത് മാണി സാറിന്റെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും വോട്ട് വീഴുക എന്നാണല്ലോ സ്വാഭാവികമായി നമ്മൾ കരുതുന്നത്. പക്ഷെ മറിച്ചാണ് സംഭവിച്ചത്. ഒരു ഇത്രയും കാലം നിരന്തരമായ പോരാടി ഒരാളോടുള്ള സഹതാപം കൂടി അവിടെ വർക്ക് ചെയ്തു എന്നാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് തോന്നിയിട്ടുള്ളത്. ആളുകളോട് ഇത്രയും കാലമായി അവർക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയേക്കാൾ മേൽക്കൈ കിട്ടുകയായിരുന്നു അവിടെ എന്ന് വേണം നമ്മൾ കരുതാൻ. അത് കൃത്യമായ കണക്കൂട്ടലും ഉണ്ടായിരുന്നു. താൻ ജയിച്ചു കയറും, ഇത്ര വോട്ടിന് താൻ ജയിച്ചു കയറും എന്ന് മാണി സി കാപ്പൻ കൃത്യമായി കണക്കും പറയുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ സ്വകാര്യമായി സംസാരിക്കാം. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മാണി സി കാപ്പന് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നമ്മൾ വല്ലാത്തൊരു രാഷ്ട്രീയ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വളരെ രസകരമാണ്. കായിക താരമായിരുന്നു. ജിമ്മി ജോർജിനൊപ്പം അബുദാബി സ്പോർട്സ് ക്ലബിൽ കളിച്ചിട്ടുണ്ട്. വോളിബോൾ താരമായി ഈ മാണി സി കാപ്പൻ. സിനിമാ നിർമ്മാതാവാണ്, നടനാണ്, സംവിധായകനാണ്. ഇങ്ങനെ വിവിധ സിനിമയുടെ മേഖലയിൽ കൈവെക്കാവുന്ന മേഖലകളിലൊക്കെ ഈ പരമ്പരാഗത കേരള കോൺഗ്രസ് വോട്ടുകളിലൊക്കെ ഇതേ വിള്ളൽ ഉണ്ടാക്കിയല്ലേ. കേരള കോൺഗ്രസ് വോട്ടുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ പാലയ്ക്കുള്ള, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഈ മധ്യ കേരളത്തിന്റെ ഈ മലയോര മേഖലയ്ക്ക് തൊട്ടടുത്താണ് പാലയെങ്കിൽ പോലും നമ്മൾ അതിന് മധ്യ കേരളത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എല്ലാം ഉള്ള മണ്ഡലമാണ്. അതായത് കേരള കോൺഗ്രസിന്റെ വളരും തോറും പിളരും എന്ന് പറയുന്ന മാണിയുടെ സിദ്ധാന്തത്തിന്റെ എല്ലാ അടിവേരുകളും കിടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാല എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത്തരമൊരു മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന്റെ കുത്തക വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ടാണ് മാണി സി കാപ്പൻ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറിയത്. അതായത് KM മാണിയുടെ രാഷ്ട്രീയ നയചാരുത ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതൃത്വത്തിലില്ല. ജോസ് കെ മാണിക്കും ഒട്ടുമില്ല. തന്ത്രങ്ങൾക്കും മറുതന്ത്രങ്ങൾ പയറ്റാനുള്ള ശേഷി KM മാണിയോളം ഇവർക്കാർക്കുമില്ല. അല്ലെങ്കിൽ തന്നെ KM മാണി നേരത്തെ തെറ്റി വീഴേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അവിടെയൊന്നും ചെറിയ വോട്ടിനാണെങ്കിലും അദ്ദേഹം അവസാന ഘട്ടത്തിൽ വീണിട്ടില്ല. പക്ഷേ ഇപ്പോൾ എഴുന്നേറ്റ് നിർത്താൻ പാല എന്നത് ഞങ്ങളുടെ മാത്രം കോട്ടയാണ് എന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പറയാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് ആ മണ്ഡലത്തെ മാണി സി കാപ്പൻ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മാണി സി കാപ്പൻ എന്നതല്ലാത്ത മറ്റൊരു പേര് അവിടെ UDF-നില്ല. നിശ്ചയമായും ഈ മാണി സി കാപ്പൻ അവിടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയും ഇന്നേ വരെ നടന്നിട്ടുമില്ല. അതിന്റെ പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ കൂടി മാണി സി കാപ്പൻ തന്നെയാണ് UDF-ന്റെ പാലായിലെ സ്ഥാനാർത്ഥി. ഇനി LDF ക്യാമ്പിലേക്ക് വന്നാൽ അവിടെ ആര് എന്ന ചോദ്യത്തിന് ഇന്ന് ഒരു ഉത്തരം വന്നിട്ടുണ്ട്. ജോസ് കെ മാണി തന്നെ അവിടെ മത്സരിക്കുകയാണ്. സാജു, ജോസ് കെ മാണി പാലായിൽ നിന്നാൽ അവിടെ വിജയ സാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ട് മുന്നണി മാറി വീണ്ടും UDF-ലേക്ക് തിരിച്ചെത്തി വിജയ സാധ്യതയുള്ള മണ്ഡലം, അല്ലെങ്കിൽ മാണി സി കാപ്പനെ മാറ്റി വീണ്ടും UDF കാൻഡിഡേറ്റായി
പാലായിൽ മത്സരിക്കാൻ അടക്കമുള്ള സാധ്യതകൾ തേടി അതെല്ലാം പരാജയപ്പെട്ടു. വീണ്ടും പരാജയപ്പെട്ട അതേ പാലായിൽ ഇദ്ദേഹം മത്സരിക്കാൻ എത്തുന്നു. എത്ര കണ്ട് സാധ്യതയുണ്ട്? അതിനിടെ ജോസ് കെ മാണിയെ കടുത്തുരുത്തിയിലേക്ക് മാറി മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ വരെ ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ പാളയത്തിൽ നിന്ന് റോഷി അഗസ്റ്റിൻ തന്നെയാണ് വെട്ടിക്കളഞ്ഞത്. ചെയർമാൻ പാലയിൽ തന്നെ മത്സരിക്കുമെന്നൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതോടെ ഇനി മത്സരിക്കാതെ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് റോഷി അഗസ്റ്റിനാണ് യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയെ എത്തിച്ചത്. പക്ഷേ പാലയിൽ അത്ര എളുപ്പമല്ല ജയിച്ചു കയറുക ജോസ് കെ മാണിക്ക് എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയം തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിനാണോ തോറ്റത് അതിനേക്കാൾ എത്ര വലിയ തോൽവിയാണ് ജോസ് കെ മാണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതായത് മാണി മരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി 2019 തോറ്റുപോയതിന്റെ കാട്ടിയും എത്രയോ വലിയ തോൽവിയാണ് ജോസ് കെ മാണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് മാണി സി കാപ്പന് അവിടുത്തെ ജനങ്ങളോടുള്ള ബന്ധം, ആ ബന്ധം ജോസ് കെ മാണിക്കില്ല എന്ന് കൂടിയാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ഈ ടോം ജോസ് ആണ് 2019 മത്സരിക്കുന്നത്. പിന്നീട് സാക്ഷാൽ ജോസ്മോൻ തന്നെ കളത്തിലിറങ്ങുന്നു. മണ്ഡലം തിരികെ പിടിക്കാൻ മകന് കഴിയുമെന്ന വലിയ കണക്കുകൂട്ടലുകൾ വരുന്നു. അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നത് സാജു കേരളത്തിലുടനീളം LDF അനുകൂലമായൊരു തരംഗം ആഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പിലാണ് അവിടെ LDF തോൽക്കുന്നത്. എന്ന് വെച്ചാൽ ജോസ് കെ മാണി തോൽക്കുന്നത്. അപ്പോൾ ഇക്കുറി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2021 ആ തരംഗം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ഭരണവിരുദ്ധ വികാരവുമുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിൽ വീണ്ടും അദ്ദേഹം എന്ത് പ്രതീക്ഷകളുടെ പുറത്താണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജോസ് കെ മാണി മത്സരിച്ചു വിജയിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ കൂടെ, രാഷ്ട്രീയമായ അവരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. കാരണം തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ പാല പോലുള്ള ഒരു നിയമസഭാ മണ്ഡലം കൈവിട്ടു പോവുകയാണെങ്കിൽ അവരേത് മുന്നണിയിലാണെങ്കിലും അവരുടെ വിലപേശൽ ശക്തിയെ കൂടി ബാധിക്കും സൈഫുദ്ദീൻ. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിലപേശൽ ശക്തി LDF-ൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പാല ജയിച്ചുകൊണ്ട് തെളിയിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ജോസ് കെ മാണി ഉള്ളത്. ഇത്തവണയും ജോസ് കെ മാണി തോറ്റാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ കരിയറിൽ അതിന്റെ അവസാനത്തിലേക്കുള്ള പോക്കിന്റെ തുടക്കമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, മറ്റൊരു പ്രമുഖനായ നേതാവിന്റെ മകൻ കൂടി അവിടെ NDAക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നുണ്ട് സാജു. അത് ഷോൺ ജോർജ് ആണ്. എന്ത് സാധ്യത? അതിനകത്തെ സാധ്യത ഈ പാലയിലെ വോട്ടിംഗ് പാറ്റേണിൽ എപ്പോഴും സഭകളുടെ നിലപാട്, സ്ഥാപനങ്ങളുടെ നിലപാട്, അതുപോലെ ഈഴവ സമുദായത്തിന്റെ നിലപാട്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴത്തെ പാലാ മണ്ഡലത്തിൽ ഉള്ളതിൽ ചില ഭാഗങ്ങൾ പണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഭാഗമാണ്. അതായത് PC ജോർജ് ജയിച്ച മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. അത്തരം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്ന കൂടി പ്രതീക്ഷയിലാണ് ഷോൺ ജോർജ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു അപകടമുണ്ട്. ആ അപകടം UDF-നുള്ള അപകടമാണ്. കാരണം മാണി വിരുദ്ധ വോട്ടുകൾ ഏകോപിക്കപ്പെടുമ്പോഴാണ് ജോസ് കെ മാണി തോറ്റുപോയത് കഴിഞ്ഞ തവണ. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തോൽക്കുന്നത്. ഇത്തവണ ഷോൺ ജോർജ് കൂടി വരുമ്പോൾ മാണി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ അത് തിരിച്ചടിയാകുന്നത് UDF-നും മാണി സി കാപ്പനും ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു കണ്ണ് ജോസ് കെ മാണിക്കുണ്ട്. അതിൽ സന്തോഷവാനായിരിക്കണം ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും എന്നാണ് ഞാൻ കരുതുന്നത്.